നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലും ഇൻസ്റ്റഗ്രാമും രണ്ടിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതിൻ്റെ ലിങ്ക് കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ? എന്തുകൊണ്ട് ഈ വ്യക്തി നിശബ്ദമായി നിങ്ങൾക്ക് നേരെ നിൽക്കുന്നു? അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ വളരെയധികം വേർപിരിഞ്ഞിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ, ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ, നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നടപടികൾക്കോ നിങ്ങളുടെ ചോദ്യങ്ങൾക്കോ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം തരാതെ വളരെയധികം മാറി നിൽക്കുകയും നിഗൂഢമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ വ്യക്തിയെ ഇപ്പോൾ കാണുന്നതെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു വായന നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇവിടെ ഈ വ്യക്തി പല കാര്യങ്ങൾക്കും വേണ്ടി നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് കാത്തിരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ കേവലം കാത്തിരിപ്പെന്ന് പറയുന്നത് ദിവസങ്ങളോ ആഴ്ചകളോ അല്ല, ഒരു പക്ഷേ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുണ്ടാകാം. ഇവിടെ വലിയൊരു കാത്തിരിപ്പിനെ സൂചിപ്പിക്കുന്നു. ഈ വ്യക്തിയുടെ ഊർജം തന്നെ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടി എടുത്തു പറയുകയാണെങ്കിൽ, നല്ല രീതിയിൽ ഈ വ്യക്തി ദൈവങ്ങളോടും എന്തൊക്കെ ശക്തികൾ ഈ ഭൂമിയിലുണ്ടോ, ഈ പ്രപഞ്ചത്തിലുണ്ടോ, എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തെറ്റുകൾ പറ്റിപ്പോയിട്ടുള്ളതായിട്ട് കാണിക്കുന്നു. അതുമാത്രമല്ല, അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരം ഒരു മനോഭാവം ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഈ വ്യക്തി അന്ന് മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഈ വ്യക്തി ഓരോ സത്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇത്തരം തിരിച്ചറിവുകളിലേക്കും ഇത്തരം ഒരു ദയ അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങളും തിരിച്ചടികളും ലഭിച്ചു തുടങ്ങിയപ്പോൾ മുതൽ തൊട്ടാണ്. ഇവിടെ നിങ്ങളെ വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തുകയും നിങ്ങളോട് താല്പര്യമില്ലാത്ത മട്ടിൽ പെരുമാറുകയും ഒക്കെ ചെയ്തിരുന്നപ്പോൾ ഈ വ്യക്തി വിചാരിച്ചിരുന്നില്ല ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയെ നല്ല രീതിയിൽ അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് ഓരോ പ്രശ്നങ്ങളിലേക്കും കുരുക്കുകളിലേക്കും കൊണ്ടെത്തിച്ച മോശപ്പെട്ട വ്യക്തികളുടെ അല്ലെങ്കിൽ മോശപ്പെട്ട സുഹൃത്തുക്കളുടെ സാന്നിധ്യമൊന്നും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ തീർത്തും ഈ വ്യക്തി ഒറ്റക്കാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുകൾ തുടരുന്നതായിട്ട് കാണിക്കുന്നു. നല്ല രീതിയിൽ കാത്തിരിപ്പ് തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ തുടരുന്നുണ്ട്. ഇത് തികച്ചും പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനും നിങ്ങളുടെ സ്നേഹം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളതും നിങ്ങളുടെ പ്രാധാന്യം എത്ര വലുതാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഈ വ്യക്തി ചെന്നെത്തിച്ചേരുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ജീവിതകാലം മുഴുവനും നല്ലൊരു പാർട്ട്ണറായിട്ട് നിങ്ങളെ കൂടെ വേണം എന്നുള്ളതാണ്. ആദ്യമൊക്കെ ഒരുപക്ഷെ നിങ്ങളുമായിട്ട് ബന്ധം പുലർത്തിയിരുന്ന സമയത്ത് ഒന്നിക്കണമെന്നോ ഒന്നിച്ചു ജീവിക്കണമെന്നോ ഒരു വിവാഹ ജീവിതമോ അങ്ങനെയൊന്നും ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. വളരെയധികം ഫ്ലേർട്ടിംഗ് എനർജി ആയിട്ടാണ് ആദ്യമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പാസ്റ്റ് എനർജി അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ പല രീതിയിലുള്ള തേർഡ് പാർട്ടി അവസ്ഥകളും നമുക്കിവിടെ
തുടർക്കഥ പോലെ കാണാൻ കഴിയുന്നു. ഇതിൽ പല തേർഡ് പാർട്ടികളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്കറിയാം. പല വ്യക്തികളെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവും ധാരണയും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തി അത് ഒരുപക്ഷെ നിങ്ങളോട് പോലും നീതി പുലർത്താത്ത രീതിയിൽ എന്തൊക്കെയോ തെറ്റുകൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ, മണ്ടത്തരങ്ങൾ ചെയ്തു പോയതായിട്ട് കാണിക്കുന്നു. ഇവിടെ ഈ വ്യക്തിയെ സ്നേഹം നടിച്ചുകൊണ്ട് ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ വിനിയോഗപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ പണം മോഹിച്ചോ, സൗന്ദര്യം കണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ മിസ്യൂസ് ചെയ്തതായിട്ടാണ് കാണപ്പെടുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി വളരെയധികം കുറ്റബോധത്തിൻ്റെയും സ്വന്തം തെറ്റുകൾ തിരുത്തുവാനുള്ള ഒരവസരത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ തീർത്തും നിങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ വ്യക്തി എന്ന് പറയുന്ന ഈ ഒരു പേഴ്സണെ ഈ വ്യക്തിയുടെ സ്നേഹം അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാഠം തന്നെയാണ്. ഇവിടെ പലവരുടെയും കർമ്മബന്ധമായിട്ട് കാണിക്കുന്നു. പക്ഷെ കർമ്മബന്ധം എന്ന് പറയുന്നത് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പറ്റുമെങ്കിൽ പോലും അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുമെങ്കിൽ പോലും പിന്നീട് അതെല്ലാം പുറന്തള്ളപ്പെടുകയും നല്ല ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്നതാണ് നമുക്കിതിലൂടെ പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു സമാധാന അന്തരീക്ഷമായി നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. പക്ഷെ എങ്കിലും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് നമുക്കിവിടെ നല്ല രീതിയിൽ കാണാം. ഇവിടെ നിങ്ങൾക്കാണെങ്കിലും ഈ വ്യക്തിക്കാണെങ്കിലും മറ്റ് പ്രണയബന്ധങ്ങൾ ഒരുപാട് വരുന്നതായിട്ട്, അതായത് മറ്റ് ഒരുപാട് അവസരങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നു. അത് വളരെയധികം നിഷ്പ്രയാസം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്കിപ്പോൾ ഈ വ്യക്തിയെ വേണ്ടാന്ന് വെക്കാനും ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു ബന്ധം എന്നേക്കുമായി നിർത്തിവെക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും, നിഷ്പ്രയാസം സാധിക്കും. പക്ഷേ നിങ്ങൾ അതിന് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ വ്യക്തിയെയും വളരെയധികം അത്ഭുതപ്പെടുത്തുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരിക്കലും നിലം പതിക്കാത്ത അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാത്ത വളരെയധികം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രണയബന്ധമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതൊരു പക്ഷെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും തോന്നിയേക്കാം. പക്ഷെ ഇവിടെ കൂടുതലും വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചതിന് ശേഷം മാത്രമായിരിക്കും നല്ലൊരു കാലം ഇവിടെ ജനിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ നിലപാടാണെങ്കിലും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ടും നിങ്ങൾക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി നല്ലൊരു മനുഷ്യനാകും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് എനിക്കിതിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, എത്രയൊക്കെ ഈ വ്യക്തിയെ കുറ്റപ്പെടുത്തിയാലും വേണ്ട എന്ന് വെച്ചാലും അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞാലും അവഗണിച്ചാലും നിങ്ങൾക്ക് ഈ വ്യക്തി എന്നും പ്രിയപ്പെട്ടതാണ് എന്നുള്ള സത്യവും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ വളരെയധികം മറ്റുള്ളവരെ കാണുന്ന രീതി അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതേ ലാഘവത്തോടെയാണ് നിങ്ങളുടെ അടുത്തും ഈ വ്യക്തി പെരുമാറിയിരുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതും. പക്ഷേ നിങ്ങൾ ഒരു പക്ഷേ എന്നല്ല, തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടിരുന്നത് നിങ്ങളുടെ ജീവിതമായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനായിട്ടാണ്. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതേ മനോഭാവം അല്ലെങ്കിൽ അതേ വികാരം തന്നെയാണ് ഇപ്പോഴും നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിലും ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള മടുപ്പും അനുഭവപ്പെടുത്തുന്നില്ല. ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന സ്നേഹം തീർച്ചയായിട്ടും സത്യമായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു. പക്ഷെ തുടക്കത്തിലെ സത്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വ്യക്തിക്ക് വളരെയധികം മെച്യൂരിറ്റി വരാത്ത, ഫ്ലേർട്ടിംഗ് എനർജി വളരെയധികം കൂടുതലുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം ആദ്യമൊക്കെ മോശപ്പെട്ട കർമ്മങ്ങൾ ചെയ്തും മറ്റുള്ളവരെ വേദനിപ്പിച്ചും ചില മോശപ്പെട്ട പ്രവർത്തികളിലൂടെയും ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സൺ. പക്ഷെ അതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി കടന്നു വരുന്നത്.
അപ്പോൾ അതിലൂടെ തന്നെ ഈ വ്യക്തി ഒരുപാട് തിരിച്ചറിവുകൾ സംഭവിച്ചിട്ടുള്ളതായിട്ടും നല്ലൊരു മനുഷ്യനിലേക്ക് ചുവട് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവുമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർത്തും ഈ വ്യക്തി ഇപ്പോൾ നിശബ്ദമായിട്ട് നിങ്ങൾക്ക് നേരെ നിൽക്കുന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു ചില കാര്യങ്ങൾ പുറന്തള്ളപ്പെടുന്നു. ഇതുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറെ കാര്യങ്ങളൊക്കെ ഈ വ്യക്തി സ്വയം വരുത്തി വെച്ചിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് അതിനെക്കുറിച്ച് വിശദീകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് പരാതിപ്പെടാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാനസികപരമായിട്ട് വളരെയധികം സംഘർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമായിട്ട് കാണിക്കുന്നു. അപ്പോൾ അത് തീർത്തും ഈ വ്യക്തിയെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം അത് വലിയൊരു സത്യം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും വിചാരിക്കുന്നത് എല്ലാ കാര്യവും നല്ല രീതിയിൽ തന്നെ പരിഹരിച്ച് സമാധാനപരമായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തി വരട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളും നിൽക്കുന്നത്. എന്തു തന്നെ ആയാലും എത്ര കാലം എടുത്താലും യാതൊരു തരത്തിലും മടുപ്പില്ലാത്ത അല്ലെങ്കിൽ യാതൊരു തരത്തിലും നെഗറ്റീവായി ചിന്തിക്കാത്ത, വിട്ടുമാറാൻ വിട്ടുപിരിയാൻ തയ്യാറല്ലാത്ത രണ്ട് വ്യക്തികളെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോട് തോന്നിയിട്ടുള്ള എന്നേക്കുമായി സ്വന്തമാക്കണം, വിവാഹം ചെയ്യണം, ഇത്തരം എനർജി അല്ലെങ്കിൽ ഇത്തരം ഊർജങ്ങൾ ഇവിടെ എനിക്കിപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് തീർത്തും നിങ്ങളുടെ രണ്ടുപേരുടെയും മാനിഫെസ്റ്റേഷനിൽ അത് കിടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. അപ്പോൾ തീർത്തും ഈ ഒരു വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ഒരുമിച്ച് ഒന്നായി ജീവിക്കണം എന്നുള്ള ആ ഒരു മോഹം, ആ ഒരു വലിയ സ്വപ്നം, അത് തീർത്തും പ്രപഞ്ചശക്തി അതൊരു നിങ്ങൾക്ക് തരാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇനിയും നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തരാകേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടും മനസ്സിലാക്കേണ്ടതുമായിട്ടുണ്ട്. പല കർമ്മങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കേണ്ടവരായിട്ടുണ്ട്. അപ്പം അതിനുശേഷം മാത്രമായിരിക്കും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്വപ്നം കണ്ട ആ ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം പ്രശ്നങ്ങളൊക്കെയുള്ള ഒരു ബന്ധമായിട്ട് കാണിക്കുന്നു. പക്ഷെ വളരെയധികം എനർജിയോട് കൂടി മുന്നോട്ട് പോകുന്ന രണ്ട് വ്യക്തികളുടെ സാന്നിധ്യമാണ് കാണുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.